മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറുടെയും കമ്മീഷണർമാരെയും നിയമനത്തിന് സ്വതന്ത്ര സമിതി വേണമെന്ന് സുപ്രീം കോടതിയിൽ പൊതു താൽപര്യ ഹർജി. സമിതിയിൽ നിന്ന് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെ ഒഴിവാക്കിയ വിജ്ഞാപനം റദ്ദാക്കണമെന്നാണ് ഹർജി. ബി ബാലഗോപാൽ വിവരങ്ങൾ നൽകും. ബാലഗോപാൽ, കഴിഞ്ഞ ദിവസങ്ങളിലാണല്ലോ ഈ തീരുമാനം വന്നത്. ആരാണ് പൊതു താൽപര്യ ഹർജി നൽകിയിരിക്കുന്നത്? പൊതു താൽപര്യ ഹർജിയിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത് പ്രധാനപ്പെട്ട കാര്യം ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരെ നിയമിക്കുന്നത്, അവരെ കണ്ടെത്തി നിയമനം നടത്തുന്നതുമായി ബന്ധപ്പെട്ട് സ്വതന്ത്രവും നിഷ്പക്ഷവുമായ ഒരു സംവിധാനം, ഒരു തെരഞ്ഞെടുപ്പ് സംവിധാനം ഉണ്ടാകണം എന്നതാണ്. നേരത്തെ സുപ്രീം കോടതി ഒരു 5 അംഗ ഭരണഘടനാ ബെഞ്ച് ഇതുമായി ബന്ധപ്പെട്ട ഒരു വിധി പ്രസ്താവം നടത്തിയിരുന്നു. ആ വിധി പ്രസ്താവത്തിൽ ഈ തെരഞ്ഞെടുപ്പ് സമിതിയിൽ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് കൂടി അംഗമായിരിക്കണമെന്ന് വ്യക്തമാക്കിയിരുന്നു. പക്ഷേ പാർലമെന്റ് പാസാക്കിയ നിയമത്തിൽ ഈ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറെയും അതുപോലെ തന്നെ മറ്റ് തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരെയും ഈ തെരഞ്ഞെടുക്കുന്നതിനും നിയമിക്കുന്നതുമായി ബന്ധപ്പെട്ട സമിതിയിൽ ഈ ചീഫ് ജസ്റ്റിസിനെ ഒഴിവാക്കിയിരുന്നു. ഇതിനെ ചോദ്യം ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ ഈ ഹർജി സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്തിരിക്കുന്നത്. ഈ ഹർജിയിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് സർക്കാർ 2023 ഡിസംബർ 28 പുറത്തിറക്കിയിരുന്ന ഗസറ്റ് വിജ്ഞാപനം അത് അടിയന്തരമായി റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇത്തരമൊരു ഹർജി ഇപ്പോൾ സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്തിരിക്കുന്നത്.